ഗാസയിൽ മനുഷ്യത്വം മരവിച്ച് പിഞ്ചുരക്തം ചിന്തിയ ഭയാനകമായ മനുഷ്യ ദുരന്തത്തിലേക്ക് എത്തിച്ച കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട് കൃത്യം 731 ദിവസം പിന്നിട്ടു. ലോകമാകെ കടുത്ത രീതിയിൽ അപലപിച്ചിട്ടും വംശഹത്യയിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച യുദ്ധം ഇന്നെത്തി നിൽക്കുന്നത് 67,000-ലധികം പലസ്തീനികളുടെ ജീവനെടുത്ത കൂട്ടവംശഹത്യയിലേക്കും അതിദാരുണവും ഭയാനകവുമായ മനുഷ്യ ദുരന്തത്തിലുമാണ്. ഗാസയിൽ നിന്ന് തുടങ്ങി ലെബനനും സിറിയയും യമനും ഇറാനും അങ്ങനെ പശ്ചിമേഷ്യയാകെ അശാന്തിയുടെ തുരുത്തുകളാകുന്ന തരത്തിലേക്ക് സംഘർഷം വ്യാപിച്ചു. 2 വർഷങ്ങൾക്കിപ്പുറം സമാധാനത്തിന്റെ ശുഭപ്രതീക്ഷയുടെ കിരണങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നുയരുന്നത് വെളുത്ത പുകയായിരിക്കും എന്ന ശുഭപ്രതീക്ഷ ലോകത്തിനാകെ കൈവരുന്നു. മരണത്തിന്റെ ഗന്ധം മാത്രം ഉയരുന്ന 730 ദിനരാത്രങ്ങളാണ് ഗാസയിൽ കഴിഞ്ഞുപോയത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ചുറ്റിനും കേൾക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദം മാത്രം കേട്ട് ഏത് നിമിഷവും മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്ന കുരുന്നുകളുള്ള നാട്. ഗാസ എന്നാൽ ഇന്ന് ഒരു ചോരച്ചാലാണ്. തകർന്നു വീണ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിലും കീറിപ്പറഞ്ഞ കൂടാരങ്ങൾക്കിടയിലും പേടിച്ചരണ്ട് ഉറക്കം വരാതെ ഏത് നിമിഷവും മരണമെത്തുമെന്ന് കാത്തുകിടക്കുകയാണ് അവർ. സ്ഫോടനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും കേട്ടുപരിചയിച്ച ഇരമ്പങ്ങൾക്കിടയിൽ വിശപ്പിന്റെ വിളി മാത്രം കേട്ട ഒരു ജനത. സന്തോഷം കളിയാടിയിരുന്ന ഒരു നാട്ടിൽ ഇന്ന് അവിടെ പിറന്നാൾ ആഘോഷങ്ങൾ പോലും ശവസംസ്കാര ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങി. അമ്മയില്ലാതായവർ, മുലപ്പാലിന് പകരം കണ്ണീർ നുകർന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ വിധിക്കപ്പെട്ട കുരുന്നുകൾ, അതാണ് ഇന്ന് ഗാസ മുനമ്പ്. അമ്മയെ ചോദിച്ച് പൊട്ടിക്കരയുന്ന ആയിരക്കണക്കിന് കുരുന്നുകളുടെ നാടാണ് ഇന്ന് ഗാസ തെരുവ്. പിഞ്ചുമക്കളുടെ ശവം കയ്യിലെടുത്ത് ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരയുന്ന അച്ഛന്മാരുടെ, അമ്മമാരുടെ നാട്. 19,424 കുട്ടികളുടെ പ്രാണനെടുത്തു ഈ യുദ്ധം. ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ കൊടും ഭീകരതയാണ് ഗാസ യുദ്ധം. വീടും സ്കൂളും സ്വന്തം തെരുവുമെല്ലാം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ, ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശം പോലും കവർന്നെടുത്ത അതിഭീകരതയാണ് ഗാസയിൽ ഇന്ന് ശേഷിക്കുന്നത്. കരയുന്ന മക്കൾക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ കഴിവില്ലാത്ത, സ്വന്തം മക്കൾക്ക് മരുന്ന് വാങ്ങി നൽകാൻ കഴിവില്ലാത്ത ഒരുപറ്റം അച്ഛനമ്മമാരെ സൃഷ്ടിച്ചു എന്നതാണ് ഇസ്രായേൽ തുടരുന്ന യുദ്ധം ഗാസയിൽ അവശേഷിപ്പിച്ചത്. കാതങ്ങൾ നടന്ന് പരിക്കേറ്റ കുഞ്ഞു സഹോദരനും അമ്മയ്ക്കും കന്നാസുകളിൽ വെള്ളം നിറച്ച് എത്തിക്കുന്ന, ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ തിക്കിത്തിരക്കി ഒരു പിടി വറ്റുവാങ്ങാൻ ശ്രമിക്കുന്ന, അനുഭവം കൊണ്ട് മുതിർന്നവരായ കുട്ടികളെ സൃഷ്ടിച്ച യുദ്ധം. അപ്പോഴും ഈ കൂട്ടക്കുരുതി എന്നവസാനിക്കുമെന്ന് മാത്രം ഒരു നിശ്ചയവുമില്ല. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരും ഉൾപ്പെടുന്ന പട്ടികയല്ല ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരങ്ങൾ, പട്ടിണി കിടന്ന് മരിച്ച 460-ലേറെ മനുഷ്യർ, ഇവരൊന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. യുദ്ധം രൂക്ഷമായ മാസങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രി സംവിധാനങ്ങളും തകർന്നടിഞ്ഞതോടെ മരിച്ചവരുടെ കണക്കെടുപ്പും താറുമാറായി. UN മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസ് പറയുന്നത് പലസ്തീൻ അധികൃതർ നൽകുന്ന കണക്ക് യഥാർത്ഥ മരണസംഖ്യയേക്കാൾ വളരെ കുറവാണ് എന്നാണ്. ജൂലൈയിൽ UN കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടവരിൽ 40% കുട്ടികളാണ്, 22% സ്ത്രീകളും. ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നതിന് ആധാരമായി UN അവതരിപ്പിച്ചതും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉയർന്ന മരണസംഖ്യയാണ്. പരിക്കേറ്റവരുടെ കണക്ക് 500,000-ലേറെയാണ്. അച്ഛനെയോ അമ്മയെയോ നഷ്ടപ്പെട്ട 39,384 കുട്ടികളുണ്ട്. അതിൽ തന്നെ 17,000 കുട്ടികൾക്ക് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 100%-വും പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്നാണ് യൂണിസെഫിന്റെ കണക്ക്. അതിൽ തന്നെ 14,400 കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി പദത്തിൽ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗാസ യുദ്ധം കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്ത നേട്ടം. ഒരേ സമയം ഒന്നിലധികം എതിരാളികളോട് യുദ്ധം ചെയ്യുകയും കടുത്ത രാജ്യാന്തര വിമർശനം നേരിട്ട് ഒറ്റപ്പെടുകയും ചെയ്തിട്ടും താനൊരു ഉരുക്കു മനുഷ്യനാണ് എന്ന പ്രതിച്ഛായ ഇസ്രായേലികൾക്കിടയിൽ സൃഷ്ടിക്കാൻ നെതന്യാഹുവിന് സാധിച്ചു. 2 വർഷത്തിനിടെ വിവിധ രാജ്യങ്ങളും സംഘടനകളും സമാധാനത്തിന് ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. ഇടയ്ക്ക് ബന്ദിമോചനത്തിനായി താൽക്കാലിക വെടിനിർത്തലുകൾ ഉണ്ടായെങ്കിലും അതും നീണ്ടുനിന്നില്ല. പശ്ചിമേഷ്യയാകെ പടർന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പുതിയ പോർമുഖങ്ങളും തുറന്നു. ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ 7 പോർമുഖങ്ങളാണ് തുറന്നത്. പലസ്തീൻകാർക്കെതിരെ ഗാസയിൽ, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ, ഹിസ്ബുള്ളക്കെതിരെ ലെബനിൽ, ഹൂതികൾക്കെതിരെ യമനിൽ, സിറിയയിൽ
ഇറാഖിൽ, ഇറാനിൽ, പശ്ചിമേഷ്യയാകെ അശാന്തിയുടെ തീരമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇസ്രായേൽ അംഗീകരിച്ച സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചാൽ പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണ പരിഹാരമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ കൈവരിക്കുക എന്നതാണ് കരാറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഉദ്ദേശം പലസ്തീനികളെ നിരായുധീകരിക്കുകയും ഗാസയിൽ സൈന്യം ഇല്ലാതാക്കുകയുമാണ്. ഇതോടെ പ്രദേശം പൂർണ്ണമായും ദുർബലമാകും. പിന്നീടുണ്ടാകുന്ന ചെറിയ ആക്രമണത്തെ പോലും താങ്ങാൻ ആ മണ്ണിന് കഴിയില്ല. കരാർ സംഭവിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം മാറുമായിരിക്കും. സമാധാനത്തിന്റെ ദൂതനായി എത്തുന്ന ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമാധാന ബോർഡ് അനിശ്ചിതകാലത്തേക്ക് പ്രദേശം ഏറ്റെടുക്കും. ഇതോടെ പലസ്തീൻ അരാഷ്ട്രീയവും യാന്ത്രികവുമായി പ്രവർത്തിക്കുന്ന ഒരു നാട് മാത്രമാകും. ഒരുപക്ഷെ അമേരിക്കൻ പദ്ധതി ഗാസയിൽ പ്രാവർത്തികമാകുന്നത് ഇത്തരത്തിലായിരിക്കുമോ എന്ന ആശങ്ക പലസ്തീനികൾക്കുണ്ട്. വെടിനിർത്തലിനൊപ്പം പലസ്തീന്റെ പരമാധികാരവും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭാ സമ്മേളനം നടന്നത്. ഇതനുസരിച്ച് സുരക്ഷാ സമിതിയിലെ 5 സ്ഥിരാംഗങ്ങളിൽ 4 എണ്ണം ഉൾപ്പെടെ 157 രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. ഇതിന് വിപരീതമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദിഷ്ട സമാധാന കരാർ. പലസ്തീനിൽ സ്ഥിരതയുണ്ടാകും വരെ വ്യവഹാരങ്ങൾ ഒരു മൂന്നാം കക്ഷി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വിഭാവനം ചെയ്യുന്നതാണ് കരാർ. നിലവിലെ സാഹചര്യത്തിൽ ഈ കാലയളവ് അനിശ്ചിതമാണ്. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കാനും ഇടയാക്കും. എന്നാൽ വെടിനിർത്തൽ എന്ന സ്വപ്നത്തെ ചൂണ്ടയിൽ കോർത്തിട്ട് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ചൂഴ്ന്ന് ചിന്തിച്ചാൽ അമേരിക്കൻ പദ്ധതി പലസ്തീനെ വളർത്താനാണോ കൊല്ലാനാണോ എന്ന് പിന്നെയും സംശയമുയരും. 2 വർഷത്തെ യുദ്ധത്തിന്റെ ബാക്കിപത്രം ലോകം 2 ചേരിയായി തിരിഞ്ഞു എന്നതാണ്. തുടക്കത്തിൽ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി എന്ന നിലയിൽ പലരും ഇസ്രയേലിനൊപ്പം നിന്നുവെങ്കിലും പോകെ പോകെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഗാസയെ മുച്ചൂടും നശിപ്പിച്ച ഇസ്രായേൽ സൈന്യം വംശഹത്യ നടത്തുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ലോകരാഷ്ട്രങ്ങൾ മിക്കതും പലസ്തീനെ പിന്തുണച്ചു. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ ബ്രിട്ടന് പുറമെ ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീന് രാഷ്ട്രപതി അംഗീകരിച്ച് രംഗത്ത് വന്നത് നെതന്യാഹുവിനെ ഏറെ ചൊടിപ്പിച്ചു. ഒക്ടോബർ 7 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതകളുടെ കേന്ദ്രസ്ഥാനത്ത് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നിലനിൽക്കുന്നുവെന്നാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതാവും ഒക്ടോബർ 7 ദുരന്ത സ്മരണയ്ക്കുള്ള ഉചിതമായ മറുപടി. അതാവും സ്ഥിര സമാധാനത്തിലേക്കുള്ള വഴിയും.